आमरूपेण अहम अद्य करिष्ये। Now extra darbana, okay, just put it on your right side. Your right side. Yes. शांति विश्वे देवाः शांति ब्रह्म शांति समर्पयामि बोलिए, बिल्वम समर्पयामि बोलते रहिए। बिकॉज काशी में नहीं है, हाँ, ऑल दे बिकम शिवा, ओके ना। नमो नमः ईशानः पितृ रूपेण महादेवः महेश्वरः प्रियतां भगवान। ठीक अदो ये नहीं पानी न भ्राता नान्य नारायण। राहु नो यम गंडम नो केतु नो मड़ी नो राहु कालम नहीं है बिकॉज सिटी ऑफ लॉर्ड विश्वनाथ എല്ലാ ടൈമിലും ചെയ്യാം. ബലിയിടാൻ പോവാണ്. ബലിയിടാനായിട്ട് പൂജ ഫുള്ള് കഴിഞ്ഞു. ഓ ഗുരുജി അല്ലേ बोले कायेन वाचा मनस इंद्रियावा बुद्ध्यात्मना वा प्रकृतेः स्वभावात् करोमि यत् सकलं परस्मै नारायण इति समर्पयामि। छोड़ दीजिए। अब फिर बोलिए काशी क्षेत्रे गंगा क्षेत्र पिंड दानम आख्यं कर्मणि ओम तत्सत ब्रह्मा अर्पणमस्तु। ड्रॉप छोड़ दीजिए पानी। शिवा अर्पणमस्तु। छोड़ दीजिए पानी। कृष्णा अर्पणमस्तु। कृष्ण 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 हो गया ना। നീന്തറിയുന്ന ആളല്ലേ, എന്നിട്ടാണ് ഈ കാണിക്കുന്നത്. അമ്മണി ഇപ്പോൾ ഗംഗയിൽ സ്നാനം ചെയ്യാണ്, പുണ്യസ്നാനം. ഇവിടെ തിരിഞ്ഞേക്ക്. गर्भस्थं हिमबीजं विभावसोः अनन्तपुण्य फलदम् अतः शान्तिं प्रयच्छ मे। काशीक्षेत्रे गंगातीरे पिण्डश्राद्ध कर्मफल पुण्यार्थम् इदं दक्षिणा रोहितशर्मण आचार्याय तुभ्यमहं सम्प्रदते नमः न मम ओम तत्सत्। दक्षिणा मंगलम भगवान विष्णु मंगलम गरुड़ध्वज मंगलम पुंडरीकाक्ष मंगलाधनो हरिः यतनानं भवति तथायुष्यः तथेन्द्रियः आयुष्येवेन्द्रिये प्रतिष्ठति। श्रीवक्षस्सुमायुष्यमारोग्यमावीथा शोभमान् मह्यते धान्यं धनं पशुं बहुपुत्रलाभं यत्संवत्सरं दीर्घमायुः यो वेदां ब्रह्मणो वेदां तेनावृतां पुरी तस्मै ब्रह्म च ब्रह्मा च आयुकीर्तिं प्रजां ददु तदा सुखी भव। श्री काशी विश्वेश्वर अन्नपूर्णा विशालाक्षी गौरी केदार संख्या देवी मंगला गौरी बिंदु माधव आशीर्वाद द्वारा समस्त मंगल प्राप्तिरस्तु तथास्तु। समस्त रोग कष्ट परिहारार्थम मनोरथ प्राप्तिरस्ता अस्तु। काशी यात्रा पुनः पुनः प्राप्तिरस्ता अस्तु। सदा सुखी भव, दीर्घायु भव, आरोग्य भव, ऐश्वर्य भव, नित्य कल्याणम मंगलम भगवान शंभु मंगलम शबध्वज मंगलम पार्वतीनाथ मंगलाय तनोहरः मंगलम भगवान विष्णु मंगलम गरुड़ध्वज मंगलम पुंडरीकाक्ष मंगलाय तनोहरिः। सदा सुखी भव, पुत्रवान भव, पौत्रवान भव, विद्यावान भव, यशोवान भव। शीघ्र +2 करना। +2 में क्या सब्जेक्ट करना?
ബയോളജി സയൻസ്. अरे वाह 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 मणि जी भैया बढ़िया बाबा के लगते हैं ना भैया चल भैया കാശിയിൽ വന്ന നിർബന്ധമായിട്ടും വന്നവര് ഗംഗയിൽ മുങ്ങിക്കൊള്ളണമെന്നാണ് നിർബന്ധമാണ്. ഇവര് രാവിലെ കിടന്നുറങ്ങിയ കാരണം മുങ്ങാൻ വന്നില്ല. അപ്പൊ അത് നിർബന്ധമായിട്ട് കൊടുത്തിട്ട് ശരിക്കും ഇതിന് നല്ലൊരു സ്ഥലം കുറച്ചൊരു അപ്പുറത്തുണ്ട്. അങ്ങോട്ട് പോവാൻ മടിയന്മാരായ കാരണം ഇവിടെ മുങ്ങിയത്. എവിടെയും ഗംഗ തന്നെയല്ലേ. ചേട്ടനും കുട്ടനും കുളിക്കാൻ പോവാണ്. അവരുടെ ശാപങ്ങളും പ്രശ്നങ്ങളും ചെയ്തപ്പോൾ തെറ്റുകളുടെ. അപ്പൊ നമ്മള് കാശി വിശ്വനാഥ ടെമ്പിളിൽ പോട്ടാ. ഇന്നലെ പോകാൻ പറ്റിയില്ല, പിന്നാണ് പോണത്. അത് ഊപ്പർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഊപ്പറോട് വരും. ഊപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഓരോരോ സ്ഥലത്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ നോക്കുമ്പോ രണ്ടാളെ കാണാല്ലേ. അതൊക്കെ പോ ചൂട് ഓട്ടോറിക്ഷയിലും കയറ്റിരിക്കുക രണ്ടാള്. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ? എ സി എന്നാ പന്നി എന്റെ വണ്ടി. നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാട്ടാ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് കാശി വിശ്വനാഥ ടെമ്പിളിൽ പോട്ടാ. അതെ, നമ്മളവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ടാ. വിശ്വനാഥ ടെമ്പിൾ തൊഴുതിറങ്ങി ഇന്ന് നേരെ മണികർണയ്ക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ റൂട്ടാണിത്. വന്ന് കുടിച്ചു പോയ ആൾക്കാരാണ്. അങ്ങനെ നമ്മള് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാനുള്ള എൻട്രിക്ക് പോകാട്ടോ. കുറച്ചൊക്കെ പോയിട്ട് വേണം എൻട്രിക്ക്. ചേട്ടനും കുട്ടനും കുളിക്കാൻ പോവാണ്. അവരുടെ ശാപങ്ങളും പ്രശ്നങ്ങളും ചെയ്തപ്പോൾ തെറ്റുകളുടെ. അവര് കുളി കഴിഞ്ഞെത്തി. അപ്പൊ ചേട്ടനും കുട്ടനും അപ്പോൾ വൈകുന്നേരമാണ് കുളിക്കണത്. ഞാനും അമ്മയും അച്ഛയും രാവിലെ കുളിച്ചു. അതേവരെ കുളി കഴിഞ്ഞെത്തി. അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാത്ത. അപ്പൊ നമ്മളൊരു ഷോക്കേസിൽ വയ്ക്കാൻ ഒരു സാധനം കാണിച്ചു. അമ്പലത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് പോലൊരു സാധനം ചെയ്തിരിക്കുന്നതാണ് വുഡിൽ. നമ്മൾ ഗംഗാളെടുക്കുന്ന കാണിച്ചു. മണികർണികയിലേക്ക് പോണ വഴിയിലാണ് 99 വർഷം പഴക്കമുള്ള ബ്ലൂ ലസ്സി. ഇത് ഒരു ലസ്സിയുടെ കടയാണ്. സ്പെഷ്യൽ ലസ്സി ഇവിടെ കിട്ടും. ബ്ലൂ ലസ്സി എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ നമ്മൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിവിടെ ഒട്ടിച്ചു വയ്ക്കും. ഇതിന്റെ ഉള്ളിലുള്ളത് മുഴുവനും ഇവിടെ ലസ്സി കഴിച്ച ആളുകളുടെ ഫോട്ടോസാണ്. മണികർണിക പോണ വഴി, മണികർണിക ഘാട്ട്, മണികർണിക ക്ഷേത്രം, അവിടെ പോണ വഴിയുള്ള 99 വർഷം പഴക്കം. ഇതാണ് നമുക്ക് ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അമ്പലത്തിൻ്റെ ശ്രീകോവിലാണ് ഈ കാണുന്നത്. സ്വർണത്തിലുള്ള ശ്രീകോവിൽ, കാശി വിശ്വനാഥ ക്ഷേത്രം.
ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് എരിക്കിന്റെ മാലയാണ് കേട്ടോ. എരിക്കമ്പൂവിന്റെ മാലയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. നമസ്കാരം. അപ്പോൾ കാശിയിലെ 3 ദിവസം പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾ കാശിക്ക് വിട പറയണം. അടുത്ത നമ്മുടെ ലൊക്കേഷൻ നമ്മൾ നാളെ മോർണിംഗിൽ ഇവിടുന്ന് നേരെ ഹൈദരാബാദാണ്. അപ്പോൾ ഹൈദരാബാദിലേക്കുള്ള യാത്രാ വിശേഷങ്ങളായിട്ട് വരാം. കാശിയിലെ ഞങ്ങളുടെ സന്ദർശനം ഭയങ്കര രസകരമായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സൂര്യ വ്ലോഗ്സ് കാണാം. നമ്മളെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ യാത്രാ വിശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നന്ദി, അഭിപ്രായം.